ടി.പി. ചന്ദ്രശേഖരൻ എന്ന വിപ്ലവ നേതാവിന് ഒരിക്കലും മരണമില്ല. ഒഞ്ചിയത്തുകാർക്കും വടകരക്കാർക്കും അല്ലെങ്കിൽ കേരള സമൂഹത്തിന് തന്നെ എന്നും ടി.പി.യുടെ കൊലപാതകം എന്നത് രാഷ്ട്രീയത്തിലെ ഒരു ഏട് തന്നെയാണ്. 2012 മെയ് 4 ഉണ്ടായ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത നിഷ്ഠൂര കൊലപാതകം. ടി.പി. ചന്ദ്രശേഖരൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ആശയത്തിൻ്റെ പേരിൽ CPIM വിട്ടുപോയി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി എന്ന RMP എന്ന സ്വന്തമായി ഒരു പാർട്ടി രൂപീകരിച്ച് CPIMലെ അണികളെ അതിലേക്ക് കൊണ്ടുപോവുകയും വലിയ തോതിൽ ഒഞ്ചിയം പഞ്ചായത്ത് തന്നെ ഭരണം തൂത്തുവാരുകയും ചെയ്തപ്പോൾ CPIM അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. കോഴിക്കോട് വടകരയിൽ വളരെ വൈകാതെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ ബേസും നഷ്ടപ്പെടും എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആ വ്യക്തിയെ ഉന്മൂലനം ചെയ്യാൻ ചില കിരാത നടപടികളുമായി ചില പാർട്ടി പ്രവർത്തകർ ആസൂത്രണം ചെയ്തു എന്നുള്ളത് വ്യക്തമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി. ഇപ്പോഴിതാ ആ മനുഷ്യനെ കേരളം എന്നുമെന്നും ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പത്നി KK രമ വടകര MLA ആണ്. വടകരയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം പിന്നീട് CPIM ജയിച്ചിട്ടേയില്ല. മുല്ലപ്പള്ളി രാമചന്ദ്രനും K മുരളീധരനും ഇപ്പോഴിതാ ഷാഫി പറമ്പിലൂടെയും ആ വെന്നിക്കൊടി കോൺഗ്രസ് പാറിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതാണ് അതിനുള്ള മറുപടി. ടി.പി.യുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ചർച്ച ചെയ്യുന്നത് എന്തിന് എന്ന് CPIM ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്നും നാളെയും എല്ലാ കാലത്തും ടി.പി.യുടെ കൊലപാതകം ഒരിക്കലും പൊറുക്കാനും ക്ഷമിക്കാനുമാകാത്ത കൊലപാതകം ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ കൊക്കിന് ജീവനുള്ളിടത്തോളം കാലം അത് ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുമെന്ന് ധീരതയോടെ പറഞ്ഞ ഷാഫി പറമ്പിൽ അതിന് ഐക്യദാർഢ്യം കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതെ, ടി.പി.യുടെ കൊലപാതകത്തിന് 12 ആണ്ടുകൾ തികഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു വ്യാഴവട്ടക്കാലം. ടി.പി.യുടെ കൊലപാതകം ഇന്നും ഉണങ്ങാത്ത മുറിവാണ്. എത്രയോ നാൾ കഴിഞ്ഞിരിക്കുന്നു. RMP എന്ന പാർട്ടി ഇന്നും വടകരയുടെ അഭിമാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നത് രാഷ്ട്രീയത്തിൽ അവർ എടുത്ത സത്യസന്ധത കൊണ്ടാണ്. KK രമ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RMP സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പിന്തുണയോടുകൂടി UDF പിന്തുണയോടുകൂടിയാണ് 7500-ലധികം വോട്ടുകൾക്ക് മനയത്ത് ചന്ദ്രൻ എന്ന LDF നേതാവിനെ പരാജയപ്പെടുത്തിയത്. ഇന്ന് വടകര എന്ന ലോക്സഭാ മണ്ഡലത്തിൽ UDFൻ്റെ കരുത്തും കാതലും RMPയുടെ രാഷ്ട്രീയ സമസ്യകളുടെയും ഏറ്റവും വലിയ വിപ്ലവം തന്നെയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ടി.പി.യുടെ കൊലപാതകം നടക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലാണെന്നത് ഓർമ്മ വേണം. ഞങ്ങളങ്ങനെ ചെയ്യുമോ എന്നായിരുന്നു CPIMലെ ചില നേതാക്കളുടെ ചോദ്യം. അവരതും ചെയ്യും, അതിനപ്പുറവും ചെയ്യുമെന്ന് ഷാഫി പറമ്പിൽ ഈ കാലഘട്ടത്തിൽ പറഞ്ഞത് വളരെയധികം ശ്രദ്ധേയമായി കഴിഞ്ഞിരിക്കുന്നു. ടി.പി. എന്നത് ഒരു വിപ്ലവ സിംഹം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. മരണത്തെ നിരവധി തവണ മുഖാമുഖം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ മരണത്തെ ഭയക്കുന്നില്ല എന്ന് നെഞ്ചു വിരിച്ച് പറഞ്ഞ ആ ധീര നേതാവിനെ ഒരു കാലത്തും CPIMന് മറക്കാൻ കഴിയില്ല. CPIM എന്ന പാർട്ടിയുടെ ആണിത്തറ തന്നെ ഇളക്കിക്കളയുന്ന വലിയ രാഷ്ട്രീയ മാറ്റമാണ് വടകരയുടെ മണ്ണിൽ ഉണ്ടായിക്കഴിഞ്ഞിരിക്കുന്നത്. വടകര അഗ്നിഗോളം പോലെ ഇടതുപക്ഷത്തിനെതിരെ തിരിഞ്ഞുകൊത്തുകയാണ്. വീണ്ടും വീണ്ടും തിരിഞ്ഞുകൊത്തുകയാണ്.